ബിക്കോസ് ഐ എം നോട്ട് എ മലയാളി, ഐ കം ഫ്രം കർണാടക. പക്ഷേ മലയാളികളെ കുറിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ സംഭവിക്കുമ്പോൾ ദ വേ ദേ കം ടുഗെദർ ടു ഹാൻഡിൽ ഇറ്റ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, മതങ്ങളൊന്നുമില്ല, എല്ലാവരും നമ്മളെ ആൾക്കാരാണ്, എല്ലാവരും മലയാളികളാണ്. അപ്പോൾ എങ്ങനെ അവരെ നമ്മൾ ലൈക്ക് ഹൗ ക്യാൻ വി മേക്ക് ദ സിറ്റുവേഷൻ ബെറ്റർ. സോ ആ സമയത്തിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ്. സോ ഈവൻ ബിഫോർ ഇന്ത്യൻ ആർമി ഓർ എനിബഡി കെയിം, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരും ഒരു മേക്ക് ഷിഫ്റ്റ് ബ്രിഡ്ജ് ഉണ്ടാക്കി, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ കൂടെ, NDRFിനെ കൂടെ 90% ഓഫ് ദ പീപ്പിൾ വി റെസ്ക്യൂഡ്. സോ ബൈ ഈവനിങ് ഓൾമോസ്റ്റ് മോർ ദൻ 400 പീപ്പിൾ വർ ഓൾറെഡി ഷിഫ്റ്റഡ് ഇൻ ക്യാമ്പ്സ്. ജീവൻ കൊണ്ട് നമ്മൾ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ദുരന്തത്തിൻ്റെ വലിയ ഹൈലൈറ്റ്. ബിക്കോസ് വി ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ എനി, നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന റോപ്പ്, നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ലൈറ്റ്സ്, നമ്മുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, അതും കൊണ്ട് നമ്മൾ വി സ്റ്റാർട്ടഡ് ദ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഇപ്പോൾ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു, ഈ 14 മാസങ്ങൾ കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ ആളുകൾ, അവിടുത്തെ റെസിഡൻസ്, ലോക്കൽ റെസിഡൻസ് ആദ്യം കോൺടാക്ട് ചെയ്യുന്ന മാമിനെ ആയിരിക്കും. വിഷമം വന്നാലും ദേഷ്യം വന്നാലും എല്ലാം പ്രകടിപ്പിക്കുന്നത് മാമിനോടായിരിക്കും. അന്നത്തെ ദിവസം മുതലുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഐലൻഡ് പോലെ നട്ടമല ഏരിയയിലോട്ടൊക്കെയുള്ള ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടന്നത്, അവരൊക്കെ മാഡത്തിന് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇന്നാണെങ്കിലും എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാതെ പോയാലും ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറയാനുള്ള ഒരു ആള് വേണമല്ലോ. അതെ. ലൈക്ക് ദേ ഹാവ് ടു വെന്റ് ഔട്ട്. സോ അന്നത്തെ ദിവസം ആഫ്റ്റർ ദ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഓൾ ദോസ് തിങ്സ്, നമ്മൾ ഈ മാസ് ബറിയൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കുറേ നല്ല രീതിയിലെ വിഷ്വൽസ് നമുക്ക് കാണാം. കുറേ ആൾക്കാർ അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മാതൃകാപരമായിട്ട് വേൾഡിലെ അപ്രിഷിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ആൾക്കാരിനെ മറവ് ചെയ്തത്. സോ ആ സമയത്തിൽ ഐ തിങ്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ ഏറ്റവും ലോയസ്റ്റ് പോയിന്റ് അതായിരുന്നു. അവിടെ ഞാൻ നിൽക്കുമ്പോൾ ചുറ്റും നമ്മൾ കാണുമ്പോൾ ബോഡീസാണ്. എല്ലായിടത്ത കുഴികൾ ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മൾ ആൾക്കാരിനെ ഓരോരാളായിട്ട് കൊണ്ടുപോയിട്ട്, ചെറിയ കുട്ടികളുണ്ട്, ലൈക്ക് പ്രായമായിട്ടുള്ള സ്ത്രീകളുണ്ട്, ബോഡി പാർട്സ് ഉണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ആസ് എൻ ഓഫീസർ. ലൈക്ക് ഇത്ര വലിയ ലോസ് നമുക്ക് ഉണ്ടായല്ലോ. ഞാനിവിടെ കളക്ടറായിട്ട് ഉള്ള സമയത്തിൽ ഇത്ര വലിയ ലോസ് ഉണ്ടായി, ഇത്ര വലിയ ഒരു നമുക്കിതുണ്ടായി. സോ ദാറ്റ് ഐ മേഡ് എ പ്രോമിസ് ടു മൈസെൽഫ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇനി അവരെ ഫാമിലീസ് ഉണ്ട്, ഇനി അവരെ എല്ലാം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരും ഇനി ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഫാമിലിയിലെ കുട്ടികളും, ഒരു കേസുണ്ട്, അതിലെ 3 കുട്ടികളും മരിച്ചിട്ടുണ്ട്. ആ സ്ത്രീ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ 2 പേരൻസും നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട്. സോ ദേ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ട്രോമ, ദേ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ലോസ്. സോ എൻ്റെ കൈയും കൊണ്ടും വാട്ട് എവർ ഐ ക്യാൻ ഡു ഫോർ ദം, that definitely I'll do as long as I am here. That's a promise I made to myself. ആയതുകൊണ്ട് അവർ എന്ത് വന്നിട്ട് ഇവിടെ പറഞ്ഞാലും അവർക്ക് അവസരമുണ്ട്. ഇപ്പോഴും 12 മണി മുതൽ 2 മണി വരെ എല്ലാ ദിവസവും ഞാൻ വിസിറ്റേഴ്സിനെ കാണും. ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കുന്നതും ദുരന്തവായത്തർ ആരെങ്കിലും ഉണ്ട്, വന്നാൽ ആദ്യം അവരെ വിടാം. ബിക്കോസ് ഒരു ദുരന്തം, ഒരു ഫസ്റ്റ് 3 months എല്ലാവർക്കും ഒരു ഗുഡ് വിൽ ഉണ്ടായിരിക്കും. ഒരു കൊല്ലം എല്ലാവർക്കും ആ ഒരു മെർസി ലൈക്ക് ആ ഒരു ഇതുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പല ഓഫീസുകളും കയറി ഇറങ്ങുന്ന അവസ്ഥയാണ് ദുരന്തഭയത്തർക്കുള്ളത്. അത് നമ്മളെ ടൈം കൊണ്ട് അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ ഓൾവേസ് മേഡ് ഇറ്റ് എ പ്രയോറിറ്റി ദാറ്റ് ഡിസാസ്റ്റർ അഫക്റ്റഡ് ഫാമിലീസിൻ്റെ വെൽഫെയർ ആണ് നമ്മളെ പ്രൈമറി ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 2 ഇലക്ഷൻസ് ചെയ്യേണ്ടി വന്നു. ബൈ ഇലക്ഷൻസ്, പ്രിയങ്ക ഗാന്ധി മാഡത്തിൻ്റെ ആ ഒരു ഇലക്ഷനും, പിന്നെ LSGD പഞ്ചായത്തിൻ്റെ ഇലക്ഷൻസ് ചെയ്യേണ്ടി വന്നു. ഒരു മോൺസൂൺ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അഗെയിൻ നമുക്ക് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട്സിൻ്റെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിനെ കൂടെ വി ഓൾവേസ് മേഡ് ഇറ്റ് എ പോയിന്റ് ദറ്റ് welfare of the disaster affected families is the primary focus. Okay. So whatever we could do from our side, we did that. ഞാൻ പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത്, തുടക്ക സമയത്ത് എനിക്കൊന്നും ഇവിടുത്തെ സ്റ്റാഫിന്റെ പേര് പോലും മാഡം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ ഈ സർവൈവേഴ്സിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരെയും മാഡത്തിന്റെ പേരെടുത്ത് പറയാൻ തന്നെ അറിയാമായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയത് ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണോ? കാരണം വെച്ചാല് കഴിഞ്ഞ ദിവസം ഈ വീടുകൾ സെലക്ട് ചെയ്യുന്ന ഒരു ലോട്ട് നറുക്കെടുപ്പ് ദിവസം ഉണ്ടായിരുന്നല്ലോ. അന്ന് അവന്തിക മോളാണെങ്കിലും ആരാണെങ്കിലും മാഡത്തിനെ കൊണ്ട് ലോട്ട് കാണിക്കുകയും വളരെ സന്തോഷത്തോടെ മാഡത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ കണ്ട് മാഡത്തിന്റെ കണ്ണ് നിറയുന്നത് പോലും കണ്ടിരുന്നു. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിച്ചത്? നമ്മളെപ്പോഴും ഓഫീസേഴ്സ് പറഞ്ഞാൽ
വി ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നിട്ട് ഞാൻ ജോലി ചെയ്യൂ, എൻ്റെ ഫീൽഡ് ഓഫീസേഴ്സ് അവിടെ ചെയ്യണം എന്താണ് യൂഷ്വലി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് ഈ എൻ്റയർ പ്രോസസ്സിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ നല്ല സീനിയേഴ്സ് എൻ്റെ കൂടെ എനിക്ക് കുറേ തവണ കുറേ ഇതിലെ സമയത്തിൽ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ആ സമയത്തിലെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി വേണു സർ. അപ്പോൾ വേണു സർ ഒരു പബ്ലിക് കൺസൾട്ടേഷന് വേണ്ടി ആ സമയത്തിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാ ദുരന്ത ബാധിതരെ മുട്ടിലുള്ള WMO കോളേജിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ വേണം ടൗൺഷിപ്പ്, ബിക്കോസ് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്, അവർക്ക് എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവരുടെ അടുത്ത് അത് ചോദിക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ബിക്കോസ് നമ്മളിവിടെ ഒരു പ്ലാൻ ചെയ്യൂ, നമ്മൾ ഇവിടെ ഒരു പോളിസീസ് ഉണ്ടാക്കൂ, അത് നമ്മൾ യൂഷ്വലി അവർ ഇമ്പോസ് ചെയ്യും, അങ്ങനെയല്ലേ യൂഷ്വലി ഗവൺമെൻറ് സംഭവിക്കുന്നത്. പക്ഷേ സർ ഇവിടെ വന്നിട്ട് അവരെ കൂടെ നിന്നിട്ട് സംസാരിച്ചു, അവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് അവർക്ക് വേണ്ടത്. ഇറ്റ് വാസ് എ പബ്ലിക് കൺസൾട്ടേഷൻ. അപ്പോൾ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറേ പരാതികൾ ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും. അപ്പോൾ സർ പറഞ്ഞു, മേഘശ്രീ കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം, അപ്പോൾ ആൾക്കാരുടെ പൾസ് അറിയാനുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം, അപ്പോഴാണ് ഒരു ഓഫീസർ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ ഫോർ മീ അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ടൈം. അത് കഴിഞ്ഞിട്ട് സർ പറഞ്ഞ ഒരു ഇതുണ്ട്, നമ്പേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. 298 ആൾക്കാർ മരിച്ചു, ഇത്ര നമുക്ക് ബോഡി പാർട്സ് കിട്ടി, ഇത്ര DNA, കണക്കുകളല്ല. ഇവരെല്ലാവരും മനുഷ്യരാണ്, ഓരോരോ മനുഷ്യൻ്റെ ഒരു കഥയുണ്ട്. അപ്പോൾ മേഘശ്രീ അത് പഠിക്കണം. അപ്പോൾ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശാരദ മാഡം, അത് കഴിഞ്ഞിട്ട് ശാരദ മാഡമാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ മാഡം ഓൾസോ ലൈക്ക് ഷീ ബിലീവ്സ് ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിൽ എങ്ങനെ കുറേ ബാക്ക് സ്ലാഷ് ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, നമ്മളെ ലിസ്റ്റിനെ കുറിച്ചാണെങ്കിലും കുറേ പരാതികളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിൽ മാഡം പറഞ്ഞു, മേഘശ്രീ സംവെയർ ദറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ദെയർ, ഡിസാസ്റ്റർ അഫക്റ്റഡ് ഫാമിലീസിനെ കൂടെ യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേണു സർ നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പഠിച്ചു, പക്ഷേ മാഡമാണ് നമുക്കൊരു ശരിക്കും അത് വീടാക്കി മാറ്റാൻ സഹായിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൈക്രോ പ്ലാനിൻ്റെ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഓരോരോ വീട്ടിലും നമ്മൾ ചെന്നു. സോ ഒരു ദുരന്തത്തിൻ്റെ ഒരു കൊല്ലം ആവാനായിരുന്നു ആ സമയത്തിൽ വി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആർ ദേ സർവൈവിങ്. സോ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാ ഹയർ ഒഫീഷ്യൽസ്, ഡിസ്ട്രിക്ട് ഹെഡ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സാണ്, ഓരോരാളും ഒരു 10 വീട് അങ്ങനെ ഓരോരാളിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് താമസിക്കുന്നതും, അവർ ജസ്റ്റ് ഒരു സർവേ പോലെയല്ല, അവരെ കൂടെ ഇരിക്കണം, ഇരുന്നിട്ട് സംസാരിക്കണം, അവരെങ്ങനെയുള്ള ഒരു സ്റ്റേറ്റസ് ഓഫ് മൈൻഡിലാണോ ഉള്ളതും, പിന്നെ അവർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അവരുടെ വീട്ടിലേക്ക് കിട്ടണം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ദം. പിന്നെ രണ്ടാമത്തത്, ഇതിനു വേണ്ടി നമ്മൾ കുറേ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും, കുറേ അസിസ്റ്റൻസ് ഉണ്ടാക്കേണ്ടി വരും. ആ സമയത്തിൽ 2 മണി 3 മണി വരെ നമ്മൾ ഇരുന്നിട്ട് DDMAയിൽ ഓരോരോ ആളിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ എങ്ങനെയാണ് അദ്ദേഹം വന്നതും, ഓർ എങ്ങനെ അദ്ദേഹത്തിന് അർഹതയില്ല, ഇതൊക്കെ എല്ലാം ഡെലിബറേഷൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു. സോ ഓൾ ദീസ് തിങ്സ് വി വിൽ അണ്ടർസ്റ്റാൻഡ്. സോ ഒരാളിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവരുടെ വീട് എവിടെ ഉണ്ടായിരുന്നു, അവർക്ക് വാട്ട് ഈസ് ദ ലോസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഏകദേശം നമുക്ക് മനസ്സിലായി. സോ ഇതൊക്കെ എല്ലാം വരുമ്പോൾ എല്ലാവരും ചോദിച്ച ഒരു കാര്യമുണ്ട്, മാഡം അത്ര വലിയ ദുരന്ത സമയത്തിലും നമ്മൾ അങ്ങനെയൊന്നും ഇമോഷണൽ ആവുന്നത് കണ്ടില്ല, പക്ഷെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇനി അവർ വീട്ടിലേക്ക് പോകുമ്പോഴാണ് എമോഷണൽ ആയത് എന്നാണ് കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചത്. ആ സമയത്തിൽ എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആരും പേഴ്സണലി അവരറിയില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്ക് എല്ലാവരും ഓൾമോസ്റ്റ് പേഴ്സണലി അറിയും. പിന്നെ അവന്തിക ആണെങ്കിൽ ഷീസ് എ വെരി ബ്രേവ് ചൈൽഡ്. ഹോസ്പിറ്റലിലെ കുറേ ദിവസം കടന്ന കുട്ടിയാണ്, 2 പേരൻസും നഷ്ടപ്പെട്ടു പോയ കുട്ടിയാണ്. അപ്പോൾ കുറേ ഷീ ഹസ് ഗോൺ ത്രൂ എ ലോട്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെ കണ്ട അവന്തികയും അന്നത്തെ ദിവസം എടുക്കുന്ന സമയത്തിലെ ലോട്ട് എടുത്ത അവന്തികയും 2 ഷീ ഹസ് ഗോൺ ത്രൂ എ ലോട്ട് ആൻഡ് ഷീ ഹസ് സർവൈവ്ഡ് ആൻഡ് ഷീ ഈസ് എ വെരി ബ്രേവ് ചൈൽഡ്. ഇപ്പോൾ ഒരു പല ചലഞ്ചസിനെ കുറിച്ചും പറഞ്ഞു ഈ ഒരു നിമിഷം വരെ. അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഓക്കെ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും എന്ന് വിചാരിക്കുന്ന ഒരു മൊമെന്റ്, അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഈ എലക്ഷൻ സമയത്തിലായിരുന്നു, ഇറ്റ് വാസ് പൊളിറ്റിക്കലി വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എല്ലാ ഭാഗത്തിൽ നിന്നും അറ്റാക്സ് ആണ്, എല്ലാ ദിവസം പത്രത്തിലും ദർ ഇസ് സോ മച്ച് ബാക്ക് സ്ലാഷ്. അതേ സമയത്തിൽ നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് ലീഗലായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് ഉള്ളത് കൊണ്ടോ നമുക്ക് അവിടെയും
മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ ദുരന്ത ബാധിതരുടെ ലിസ്റ്റിലും കുറേ നമുക്ക് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നോ ഗോ സോൺ മാർക്ക് ചെയ്യാനുള്ള അത് വരുന്നില്ല. എവറിഥിങ് വാട്ട് എവർ വി ആർ ട്രൈങ് എല്ലാത്തിലും ആ ഒരു ഇലക്ഷനിൻ്റെ സമയമായതുകൊണ്ടാണോ ഓർ ബിക്കോസ് ഓഫ് സം റീസൺ എന്ത് ചെയ്യുകയാണെങ്കിലും ലൈക്ക് വി ആർ നോട്ട് ഏബിൾ ടു ഗോ ഫോർവേഡ്. ഡെയിലി എന്തെങ്കിലും പ്രശ്നം ഡെയിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. മൈ TV വിൽ ഓൾവേസ് ബി ഓൺ. ബിക്കോസ് ഇവിടെ എന്ത് സംഭവിക്കുകയാണെങ്കിലും അവിടെ എല്ലാ ഹയർ ഒഫീഷ്യൽസും എല്ലാ ഓഫീസിൽ നിന്നും എനിക്ക് വിളി വരാൻ തുടങ്ങും. ആൻഡ് ഐ ഷുഡൻറ്റ് ബി ലൈക്ക് ഐ എം നോട്ട് അവെയർ ഓഫ് ദറ്റ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സോ മൈ TV വിൽ ഓൾവേസ് ബി ഓൺ ആൻഡ് ഐ വിൽ ബി ലൈക്ക് വെയിറ്റിംഗ്. എപ്പോഴും വയനാടിനെ കുറിച്ച് ഇഷ്യൂസ് ആണ്. സോ ആ ഒരു സമയത്തിൽ എങ്ങനെയായിരുന്നു, ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ലൈക്ക് അങ്ങനെയുള്ള ഒരു ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് വെൻ ദർ ഇസ് നെഗറ്റീവ് ന്യൂസ് ദാറ്റ് വാസ് വെരി ചാലഞ്ചിങ് ഫോർ മീ ടു ഹാൻഡിൽ. ആ സമയത്തിലെ സ്റ്റാഫും കൂടി ഡിമോട്ടിവേറ്റ് ആവും. ഇതിനെ വേണ്ടി നിങ്ങൾ എല്ലാവരും യൂഷ്വലി കാണുന്നത് കളക്ടറുടെ ഒരു ചിത്രമാണ്, പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അവരുടെ ചിത്രമാണ്. പക്ഷേ ഇതിനു വേണ്ടി ജോലി ചെയ്ത എത്ര ആൾക്കാരും രാവും പകലും ഇല്ലാതെ ജോലി ചെയ്ത ഫീൽഡ് സ്റ്റാഫ്സ് ഉണ്ട്. സോ അവരെല്ലാവരും സ്വാഭാവികമായിട്ട് ഡിമോട്ടിവേറ്റ് ആവും. അപ്പോൾ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇതിനെ മറികടന്നിട്ട് ഇലക്ഷനിൻ്റെ കൂടെ ഡിസാസ്റ്റർ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ സാധിച്ചു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് എനിക്ക് ഈ എൻറ്റയർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സമയത്തിൽ. എനിക്കൊന്ന് ആ സമയത്ത് ഒരു ട്യൂളി ലാൻഡ് സ്ലൈഡ് തന്നെ ആയിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ എല്ലാം, പ്രത്യേകിച്ച് ഓപ്പോസിഷൻ്റെ എന്ന് തോന്നുന്നു. ഇലക്ഷൻ ആകുമ്പോഴത്തേക്കിന് ഇവർക്ക് എടുത്ത് കാണിക്കാനായിട്ട് വേണ്ടി വരും. അതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് എഫക്റ്റ് വന്നത് ശരിക്കും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിരുന്നു അല്ലേ? ഭയങ്കര വൊളറ്റൈലായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എല്ലാ ഭാഗത്തിൽ നിന്നും. സോ ബിക്കോസ് അവിടെയും നമുക്ക് പ്രഷർ ഉണ്ടായിരുന്നു, ഇവിടെയും ഇലക്ഷനും ചെയ്യണം എല്ലാം. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ശരി. ഈ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റിൽ ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് 178 വീടുകളാണ്. അപ്പോൾ ബാക്കി വീടുകൾ എപ്പോഴത്തേക്കിന് പൂർത്തിയാകും? നമുക്കിതിൽ 410 ആണ് നമുക്ക് ടോട്ടലായിട്ട് ഹൗസസ് കൺസ്ട്രക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും. സോ അതിൻ്റെ ആദ്യം ഘട്ടമാണ് 178 ഹൗസസ് നമ്മൾ ബഹുമാനപ്പെട്ട CM ഇനാഗുറേഷൻ ചെയ്തതും. ഇനി ബാക്കിയുള്ളതും എല്ലാം ഒരു മഴക്ക് മുമ്പ്, അടുത്ത മോൺസൂൺ തുടങ്ങുന്ന മുമ്പ് തന്നെ എല്ലാം പൂർത്തീകരിച്ചിട്ട് 3 മാസത്തെ ഒരു കാലയളവാണ് പറയുന്നത്. യെസ്, ബിക്കോസ് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ലാസ്റ്റ് നവംബർ മാസത്തിലാണ് ശരിക്കും നമുക്ക് വർക്ക് തുടങ്ങാൻ സാധിച്ചത്. ഈ നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്ന ടൗൺഷിപ്പ് ഈ 3 മാസത്തിൻ്റെ വർക്കാണ്. സോ വി ആർ ഹോപ്പ്ഫുൾ ദാറ്റ് ലൈക്ക് ദ സെയിം തിങ് വിൽ കണ്ടിന്യൂ. ഈ മൊമെൻറ്റം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത മഴക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവരെയും നല്ല രീതിയിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു മിഷൻ മോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ വീട് കൊടുത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ നിലവിൽ അവിടെ പോയി താമസിക്കാനായിട്ട് പറ്റുമോ? അതോ ഈ വീട് പണി മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് താമസിക്കുന്നതായിരിക്കും സൗകര്യപ്രദമാകുന്നത്? നമുക്ക് ഫിസിക്കൽ കംപ്ലീഷനിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ഗ്രേറ്റ് തിങ് ഐ വുഡ് സേ. ബിക്കോസ് നമുക്ക് വയനാട്ടിലെ എല്ലാവർക്കും അറിയാം, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പാർസൽ ഓഫ് ലാൻഡ് ഇല്ല. റവന്യൂ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്കിവിടെ 100 ഏക്കർ ഭൂമിയുണ്ട്, 50 ഏക്കർ ഭൂമിയുണ്ട്, അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫ്രീ ലാൻഡ് നമുക്ക് വയനാട്ടിലില്ല. ദർ ഇസ് ലോട്ട് ഓഫ് പ്രഷർ ഓൺ ദ ലാൻഡ്. സെക്കൻഡ് തിങ് ഈസ്, നമുക്ക് ഏതൊരു ഭൂമി അക്വയർ ചെയ്യണമെങ്കിലും ഗവൺമെൻറ്റിതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ഭൂമി എടുക്കുന്ന പോലെയല്ല നമുക്ക് എടുക്കാം. നമ്മളതായിട്ടുള്ള കുറേ സർവേ ഉണ്ട്, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഹൈഡ്രോളജിക്കൽ സർവേ, അവിടുത്തെ ട്രീസിൻ്റെ കൗണ്ട് എടുക്കണം. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടി വരും. ഈ വീടുകൾ അനുവദിച്ച ആളുകളുണ്ട്, ഇപ്പം ലിസ്റ്റിൽ പുറത്തായ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഈ പടവട്ടിക്കുന്ന്, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ജോൺ മത്തായി കമ്മീഷൻ വെച്ചിട്ട് ഒരു ഏരിയ മാർക്ക് ചെയ്ത് ഗോ സോണും നോ ഗോ സോണും. അവിടെ ഏറ്റവും വലിയ കംപ്ലൈൻ്റ് ആണ് ഈ പടവട്ടിക്കുന്നിലെ അട്ടമലയിലെ സ്കൂൾ റോഡിലെ ചില കുടുംബങ്ങൾ, 80ഓളം കുടുംബങ്ങളുണ്ട്. ഇവർക്ക് ഇതിനകത്ത് 50-100 മീറ്റർ മാത്രം മാറിയിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇവർക്ക് ഈ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റിൽ സ്പേസ് ഇല്ലാതായിപ്പോയി. ഞങ്ങൾ എങ്ങനെ അവിടെ താമസിക്കും? ഇനി ഒരു ഇപ്പൊ നോഗോ സോൺ ഏരിയയിൽ കൂടെ വേണം അതിലേക്കോട്ട് പോകാൻ. അപ്പൊ അവിടെ ഇപ്പൊ താമസിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. സോ ഇവരെ കൂടെ നമുക്ക് ഈ പ്രൊജക്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 410 വീടുകൾ ബാക്കി ഉണ്ടല്ലോ, അപ്പൊ ഇനി ഇവരെ കൂടി ഇതിനകത്തോട്ട് പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് ലിസ്റ്റ് പറയുന്നതും വളരെ സയൻറ്റിഫിക്കലി ചെയ്ത ഒരു കാര്യമാണ്. ബിക്കോസ് യൂഷ്വലി നമ്മൾ മീഡിയയിൽ കാണുമ്പോൾ അതുപോലെയല്ല. ഇവിടെ ദുരന്തം നടന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിലെ ഒരു എക്സ്പെർട്ട് ടീം, ജോൺ മത്തായി അവരുടെ അധ്യക്ഷതയിൽ വന്ന ഒരു ടീം, അവരുടെ ഒരു അസസ്മെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ രണ്ടാൾക്കാരൊന്നും ഇരുന്നാലും വി കനോട്ട് സേ അവിടെ ഇനി ദുരന്തം ഉണ്ടാവാൻ പോകുന്നുണ്ടോ, അത് സേഫ് ആണോ, നമുക്കല്ല. അവർ ആ മേഖലയിലെ അവർ എക്സ്പേർട്സ് ആണ്. സോ അവരാണ് നമുക്ക് സജസ്റ്റ് ചെയ്തതും ഇത്ര ഏരിയ ഇസ് നോ ഗോ സോൺ, ഇനി അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കാർഷിക കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ
അവിടെ താമസിക്കാനോ മറ്റുള്ള എന്തെങ്കിലും കമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ. പിന്നെ ഗോ സോൺ ഉണ്ട്, അതല്ലാതെ ഏരിയ ആണ് ഗോ സോൺ. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിസിൽ അവിടെ ശരിക്കും നമ്മൾ സർവേ ചെയ്തും ഡിമാർക്കേഷൻ കുത്തി വെച്ചിട്ടാണ് അവിടെ നമ്മൾ മാർക്കേഷൻ ചെയ്യുന്നത്. സോ വാട്ട് എവർ കംസ് വിത്തിൻ നോ ഗോ സോൺ അതൊക്കെ എല്ലാം റീഹാബിലിറ്റേഷന് അർഹതയുള്ള വീടുകളാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നമുക്ക് കിട്ടി. അതിൽ ആദ്യത്തെ ലിസ്റ്റ് പറയുന്നതും ഫേസ് 1 ആണ്. അതിൽ മുഴുവനായിട്ട് വാഷ്ഡ് അവേ വീടുകളാണ് നമ്മളവിടെ കാണുന്നത്. സോ 178ഉം ഫേസ് 1 വരുന്ന വീടുകളാണ്. പിന്നെ രണ്ടാമത്തതും 2A, മൂന്നാമത്തത് 2B ആണ്. 2Aയിൽ വീടിന് ഭാഗിക നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയി താമസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ. 2B പറയുന്നതാണ് ഒറ്റപ്പെട്ടു പോയ വീടുകളും. ഇതിലെ ഫസ്റ്റ് 2 കാറ്റഗറിയിലും പാടി ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ 2B കാറ്റഗറിയിൽ നമുക്ക് പാടി ഉൾപ്പെടുത്താനുള്ള പ്രൊവിഷൻ ഇല്ല. ദെൻ അഗെയിൻ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, അവിടെ ഗൾഫിൽ താമസിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇവിടെ ആ ദുരന്തം നടന്ന സമയത്തിലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തറവാട് വീടുണ്ട്. ആ വീട്ടിൽ ഇനി ആരുമില്ല. ഇനി അദ്ദേഹം ഗൾഫിൽ നിന്നും തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് പോകാൻ ഒരു വീട് വേണ്ടേ? അപ്പോൾ ഗവൺമെന്റിന്റെ തീരുമാനം അങ്ങനെയുള്ള ആൾക്കാരിനെ വേറെ എവിടെയോ വീടില്ലെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇങ്ങനെ പല ചോദ്യങ്ങൾ വരുമ്പോൾ വി ആസ്ക്ഡ് ഫോർ ഓൾ ദീസ് ക്ലാരിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ ക്ലാരിഫിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് 15 ലക്ഷം രൂപ വാങ്ങിയിട്ട് റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റിൻ്റെ പുറത്ത് പോയ ആൾക്കാർ. ഒരു നല്ലൊരു നമ്പർ ഉണ്ട്, ഓൾമോസ്റ്റ് 100ഓളം ആൾക്കാരുണ്ട്. അപ്പം അതിൽ കുറച്ച് പേരൊക്കെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച് മാഡത്തിനെ വന്ന് കണ്ടു എന്ന് പറഞ്ഞു. എനിക്ക് കൃത്യ നമ്പർ ആയത്തില്ല, എൻ്റെ അറിവിൽ 8ഓളം പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി എങ്ങനെയാണ് പ്രോസസ്സ്? അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ? We are taking this very positively because this is a like നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ല ഇതുപോലെയാണ്, ഒരു റിവാർഡ് പോലെയാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ദേ ഹാവ് സോ മച്ച് ട്രസ്റ്റ് ഇൻ ദ ഗവൺമെന്റ്. ദേ ആർ സോ ഹാപ്പി വിത്ത് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. ദേ ആർ സോ ഹാപ്പി വിത്ത് ദ അമ്യൂണിറ്റീസ്. ടൗൺഷിപ്പിന്റെ ലൊക്കേഷൻ ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദേ വോണ്ട് ടു കം ബാക്ക്. ആൻഡ് വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെന്റ് ഇതിനെ എടുത്തിരിക്കുന്നതും. അപ്പോൾ അവരെ റിക്വസ്റ്റ് നമ്മൾ ഗവൺമെന്റിലോട്ട് അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു നല്ല തീരുമാനം വരും. കൂടുതൽ ആൾക്കാർ വന്നാൽ അവരെ കൂടെ പരിഗണിക്കാമെന്ന നിലയിലേക്കാണോ? അല്ല, ആസ് ഓഫ് നൗ നമുക്ക് കുറച്ച് വീടുകൾ ഉണ്ടല്ലോ. 357 അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതല്ലാതെ നമ്മളടുത്ത ഒരു എക്സ്ട്രാ വീടുകൾ കുറച്ച് ഉണ്ടല്ലോ. സോ അവിടെ വരെ നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. വേണ്ടവർ പെട്ടെന്ന് വരണോ? ശരി. നമ്മൾ ഗവൺമെന്റ് ബിൽഡിങ്ങുകളുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റുകളുടേത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ ചോരുന്ന കംപ്ലൈൻറ്റുകൾ നിറച്ചുള്ള ഒരു സ്ഥലങ്ങൾ അല്ലെങ്കിൽ വീടുകളൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിന് 5 മുതൽ 10 വർഷം വരെ ഗ്യാരണ്ടി നിശ്ചയമായിട്ട് ഗവൺമെൻറ്റും പറയുന്നു, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു, ULCSും പറയുന്നു. ആ ഒരു തീരുമാനം, കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണോ? ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ടൗൺഷിപ്പിൻ്റെ പ്രോജക്റ്റിൻ്റെ മുഴുവൻ ലീഡർഷിപ്പ് ബഹുമാനപ്പെട്ട CMൻ്റെ അധ്യക്ഷതയിൽ ചെയ്തതാണ്. ഇതിലെ ഒരു സ്റ്റേറ്റ് ലെവൽ എംപവറിംഗ് കമ്മിറ്റി ഉണ്ട്. അതിലെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയാണ് കാര്യങ്ങളൊക്കെ എല്ലാം വെരി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നതും. സോ കിഫ്കോൺ ആണ് ഇതിനെ കൺസൾട്ടൻറ്റ് ഏജൻസി ആയിട്ട് ഗവൺമെൻറ് എടുത്തതും. ULCC ആണ് വർക്ക് ചെയ്യാൻ എക്സിക്യൂഷനിന് വേണ്ടി ചുമതല കൊടുത്തതും. സോ ഇതൊക്കെ മുഴുവൻ കാര്യങ്ങളും വളരെ ലൈക്ക് ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ ഇത് പാർട്ട് ഓഫ് ദ അഗ്രിമെൻ്റാണ്. ഇത്ര ദിവസത്തേക്ക് പിന്നെ ഒരു ഡോറ് വെക്കുവാണെങ്കിലും ഒരു പെയിൻറ്റ് അടയ്ക്കുവാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഈ ക്വാളിറ്റീൻ്റെ സാധനം മാത്രമാണ് അവിടെ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ ഓരോരോ കാര്യം നോക്കിയാണ് തീരുമാനം എടുത്തത്. There should be no complaint എന്നുള്ളത് നിശ്ചിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കംപ്ലൈൻറ്റ്സ് എന്തായാലും വരും. ദാറ്റ് വി കനോട്ട് ഷൈ അവേ ഫ്രം ദാറ്റ്. പക്ഷേ നമ്മുടെ ഭാഗത്തിൽ നിന്നും വി ഷുഡ് ബി ലൈക്ക് ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വീട് കൊടുക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. പിന്നെ കംപ്ലൈൻറ്റിൻ്റെ എപ്പോഴും നമുക്ക് അത് ഉണ്ടായിരിക്കും. ബട്ട് വി ആർ ഓപ്പൺ ടു ദാറ്റ്. സോ ഞാൻ ഇപ്പോഴും ദുരന്തബാധിതരുടെ അടുത്ത് അതാണ് പറയുന്നത്. ഒരു നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കുവാണെങ്കിലും അടുത്ത ദിവസം തൊട്ട് നമ്മളൊന്നും അവിടെ കംഫർട്ടബിൾ ആവില്ല. ചിലപ്പോൾ ബാത്റൂമിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ലീക്കേജ് ഉണ്ടായിരിക്കും. ഓർ ലൈക്ക് പെയിന്റിന്റെ ഒരു സ്മെൽ ഉണ്ടായിരിക്കും. കുറച്ച് സമയം പിടിക്കും എന്തെങ്കിലും ഒരു റെക്ടിഫൈ ചെയ്യാനും. ആ ഒരു സമയം നമുക്ക് തരണം. ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ അവിടെ ക്വാളിറ്റി അല്ലാത്ത ഒരു സാധനമൊന്നും നമുക്കൊന്നും അവിടെ ആദ്യത്തെ വീട് നമ്മളെ ഈ മോഡൽ ഹൗസിൻ്റെ എന്താണ് ക്വാളിറ്റി നമ്മൾ
എൻഷുർ ചെയ്തതും ദ സെയിം ക്വാളിറ്റി വിൽ ബി എൻഷുർഡ് ഫോർ ദ 410th ഹൗസ്. പക്ഷെ അതിനെ ഒരു പേഷ്യൻസ് അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തിൽ ചെറുതായിട്ട് എന്തെങ്കിലും അവിടെ കാണുവാണെങ്കിലും നമ്മൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവല്ലേ. നമ്മളാണെങ്കിലും നമ്മുടെ സ്വന്തം വീടാണെങ്കിലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. സോ ആ ഒരു സമയം നമുക്ക് തരണം എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മീഡിയ മുമ്പിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ്ബുക്കിലോ ഒക്കെ എല്ലാം വൈറലാക്കുന്നതിന് പകരം പ്ലീസ് ഗിവ് us an opportunity so that we are here to help you and assist you in this process. ഇപ്പോൾ മാം ശരിക്കും ഒരു വയനാടുകാരിയായി. കഴിഞ്ഞ ദിവസം റവന്യൂ മിനിസ്റ്റർ രാജ മിനിസ്റ്റർ പറഞ്ഞത് നേറ്റിവിറ്റി കാർഡ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, മാമിനും കൊടുക്കാം, പക്ഷെ കർണാടകക്കാരിയായി പോയതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വയനാടുമായിട്ടുള്ള ആത്മബന്ധം എന്താണെന്ന് പറയുമോ? വയനാടിലെ യൂഷ്വലി ഒരു പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. അങ്ങനെ ഒക്കെ അത്ര വലിയ കംഫർട്ട്സ് ഇല്ല, അത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നാണ് എല്ലാവരും യൂഷ്വലി ഒരു മടി ഇവിടെ ഉണ്ട് ഇവിടെ വരാനും ജോലി ചെയ്യാനും. ഇപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റാഫ് നോക്കുവാണെങ്കിലും അങ്ങനെയുള്ള ഒരു തോന്നലുണ്ട്. പക്ഷെ എനിക്ക് വയനാട് കിട്ടുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഐ ഡോണ്ട് നോ, ബിക്കോസ് ഞാൻ കോഴിക്കോടിലാണ് ട്രെയിനിങ് ചെയ്തതും, കാഞ്ഞങ്ങാടിലായിരുന്നു സബ് കളക്ടർ, കണ്ണൂരിലായിരുന്നു DDC. സോ മലബാർ ഐ എം വെരി കംഫർട്ടബിൾ വർക്കിംഗ് ഇൻ ദിസ് ഏരിയ. ആൻഡ് രണ്ടാമത്തതും എനിക്ക് തൊട്ടും അടുത്ത വീടാണ് എൻ്റെ വീട്, കർണാടക. 1.5 hour to മൈസൂർ. എൻ്റെ പേരൻസ് ഒക്കെ ബാംഗ്ലൂരിലാണ്. ദെൻ അഗെയിൻ എവിടെ നമുക്ക് കൂടുതൽ ചാലഞ്ചസ് ഉണ്ടോ ഒരു ഓഫീസറിനെ അവിടെ പെർഫോം ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാവും. ഇവിടെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ്, ഓൺലി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്. ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ എപ്പോഴും ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന ഒരു ജില്ലയാണ്. ഇങ്ങനെ ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് ഡിസ്ട്രിക്ട് ഫോർ എനി അഡ്മിനിസ്ട്രേറ്റർ ടു വർക്ക്. ഒരു ചെറിയ ജില്ലയാണെങ്കിലും എവറി ഡേ ഇപ്പം നിങ്ങളെന്നെ കണ്ടല്ലോ എൻ്റെ തിരക്ക്. ഇറ്റ്സ് ലൈക്ക് വെരി ചാലഞ്ചിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ that's a very different kind of a feeling. So I thoroughly enjoy working here. കുട്ടികളുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടികളെ ഇഷ്ടമാണ്, അവരോട് സംസാരിക്കാനും ഒക്കെ അവർക്ക് കൂടുതലായിട്ട് സമയം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു കണക്ഷൻ? I am also a mother. എനിക്ക് വീട്ടിൽ 2 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളെ കാണുമ്പോൾ that is like I feel very connected to them because since മൈ ഡോട്ടേഴ്സ് ആർ ഓൾസോ ദെയർ. അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തതും എപ്പോഴും ദർ ഇസ് സംതിങ് ദറ്റ് ഐ ഫേംലി ബിലീവ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി, ഇനി അടുത്ത തലമുറ നമ്മൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. ബിക്കോസ് അവരാണ് അടുത്ത കളക്ടറായിട്ട് വരുന്നതും അടുത്ത CM ആയിട്ട് വരുന്നതും അടുത്ത എല്ലാ പൊസിഷൻസിലേക്കും നിൽക്കുന്നതും. അപ്പോൾ അവരെ ഒരു ഗ്രൂമിങ്, അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ നമ്മൾ എല്ലാവരുടെയും ഒരു പങ്കുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളാണെങ്കിലും ഞാൻ അവരുടെ അമ്മയാണെങ്കിലും എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നാണ് നമ്മൾ യൂഷ്വലി കേൾക്കുന്നതും. അപ്പോൾ എല്ലാവരുടെയും ഒരു പങ്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ വലിയ റോളുണ്ട്, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ കസിൻസ്, എൻ്റെ സിബ്ലിങ്സ്. സോ ഇങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ പുറത്തു വരുന്നതും. സോ അതിലെ ആസ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു റോളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ന്യൂക്ലിയർ ഫാമിലീസാണ്. കുറേ കുട്ടികളും കുറേ അബ്യൂസിലേക്ക് പോകുന്നുണ്ട്, കുറേ മെൻ്റൽ ഇഷ്യൂസും സൂസൈഡ് കേസസ് നമ്മൾ എല്ലാ ദിവസവും കാണാറുണ്ട്. സോ എല്ലാവരും ഒരുമിച്ച് കുട്ടികളെ ഒരു നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ ചിൽഡ്രൻസ് ഹോംസിലേക്ക് കയറാറുണ്ട്, കുട്ടികളെ കൂടി സമയം ചെലവഴിക്കാറുണ്ട്. ഗുഡ് മോർണിംഗ് കളക്ടറിലെ ബുധനാഴ്ച എല്ലാ ആഴ്ചയും കുട്ടികൾ കളക്ടറുടെ ചേംബറിലേക്ക് വരാറുണ്ട്. നമ്മൾ 2 ആൾക്കാരും ഇരുന്നിട്ട് സംസാരിക്കാറുണ്ട്. എനിക്കും കുറേ ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. അവർക്കും ഏറ്റവും കൂടുതൽ നിഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അവരാരും കേൾക്കാറില്ല. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് കളക്ടറിലൂടെ അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളോട് കേട്ട് കുട്ടികളുടെ ഐഡിയയും കൂടെ എടുത്തിട്ട് നടത്തുന്ന ഒരു കളക്ടർ എന്നുള്ളൊരു പേരുണ്ടല്ലേ? ഓക്കെ. ഇത് ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഈ ഡ്രഗ് അബ്യൂസ് വളരെയധികം കേസുകളാണേലും റൈസായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു കളക്ടർ എന്ന നിലയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റുക? അതിൽ ബോർഡർ ഡിസ്ട്രിക്റ്റാണ്. നമ്മൾ കർണാടക, തമിഴ്നാടു, കേരളത്തിൻ്റെ ട്രൈ ജംഗ്ഷനിൽ നിൽക്കുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. സോ ഇറ്റ് ഇസ് ഓൾ ലൈക്ക് ബാഡ് തിങ്സ് ക്യാൻ ഈസിലി കം ഇൻ, അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. സോ ഇതിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് വേണം, സീഷേഴ്സ് വേണം, അതിനെ ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി നമ്മുടെ ഭാഗത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തതും കുട്ടികൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, ആ റൂട്ട് കോസ് അനാലിസിസ് ആൻഡ് ലൈക്ക് റൂട്ട് കോസിലെ ഒരു ഇൻ്റർവെൻഷൻ നമ്മളെ എല്ലാവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ കുട്ടികൾക്ക് ആർക്കും
ലൈക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാവില്ല, സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാവില്ല, പിന്നെ പിയർ പ്രഷർ ഉണ്ടായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് കുട്ടികൾ അറിഞ്ഞതുകൊണ്ടോ അറിയാതെയോ അതിൽ പറ്റുപോകുന്നതും. സോ എങ്ങനെയാണ് അവരെ അതിൽ നിന്നും പുറത്ത് കൊണ്ടുവരിക? സോ രണ്ടു കാര്യങ്ങളും നമുക്ക് ഇറ്റ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോഴേ നമുക്ക് ഇതിനെ ഒരു ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇവിടെയുള്ള കളക്ടർമാർ, മാഡത്തിന് മുമ്പുള്ള കളക്ടർമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ പരാതി കേട്ടിട്ടുള്ള ഈ ട്രൈബൽ ഇഷ്യൂസിലാണ്. എല്ലാ കാര്യത്തിനും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാ ഒരു പ്രൊജക്റ്റ് വന്നാലും ട്രൈബൽസിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് നിറച്ച് പരാതികളായിരിക്കും. ഒരു വളരെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള, വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അവരെ എനിക്ക് തോന്നുന്നു മാഡം വന്നതിന് ശേഷം വലിയ പരാതികളൊന്നും ഞാൻ കേട്ടിട്ടില്ല. എങ്ങനെയാണ് അവരെ ഒന്ന് മാനേജ്, ഒരു അപ്രൈസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത്? ഇപ്പോഴും നമുക്ക് പരാതികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോഴും ഷെഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. അത് നമുക്കില്ല പറയാൻ പറ്റൂല. ബട്ട് സി ഐ വാസ് ഡയറക്ടർ ട്രൈബൽ അഫയേഴ്സ് ബിഫോർ ദാറ്റ്. സോ ഇവിടെ വന്ന ശേഷം ഞാൻ ട്രൈബൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എല്ലാ നമ്മൾ DDC നമ്മൾ ചെയ്യാറുണ്ട്. മാസത്തിലെ ഒരു തവണ ജില്ലയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്. അതിൽ ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ബഹുമാനപ്പെട്ട MLA മാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും അവരും പറയുന്ന കാര്യത്തിന് മറുപടി ഉദ്യോഗസ്ഥരായിരിക്കും പറയുന്നത്. സോ എല്ലാ ജില്ലാ വികസന കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്ന ഒരു വേദിയാണ്. സോ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ട്രൈബൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ട്രൈബൽ അഫയേഴ്സ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും. സോ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം വയനാട്ടിലെ അറ്റ്ലീസ്റ്റ് ഇല്ല. ഡ്രോപ്പ് ഔട്ട് ഇഷ്യൂസും അവർക്ക് എവിടെ യൂഷ്വലി എന്തെങ്കിലും സ്വാഭാവികമായിട്ട് വെള്ളമൊക്കെ കയറുമ്പോൾ ആദ്യമായിട്ട് അത് യൂഷ്വലി ട്രൈബൽസിനാണ് അഫക്ട് ചെയ്യുന്നത്. ഒരു വൾനറബിൾ സെക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. സോ അവിടെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം, സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം. സോ അവരെ ലാൻഡ്ലെസ്നെസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളവിടെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഉന്നതികൾ, ഓരോരോ ഉന്നതി എടുത്തിട്ട് നമ്മളവിടെ കുടിവെള്ളമുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. നമുക്കിത് ഒരു തുടക്കം മാത്രമാണ്. ഇനി കുറേ വർക്ക് ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്. ബട്ട് ഡ്രോപ്പ് ഔട്ട്സ് ഇഷ്യൂസിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈബൽ ലാൻഡ്ലെസ് ഇഷ്യൂസിലും നമുക്ക് കുറേ പട്ടയം കൊടുക്കാൻ, കുറേ ലാൻഡ് റൈറ്റ്സ് കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് സ്റ്റിൽ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ലൈക്ക് ഓവർകം ഓൾ ദിസ്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് മിഷനിൽ വീടുകൾ അനുവദിച്ചിട്ടുള്ള കുറേ ട്രൈബൽ ഫാമിലീസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു മിഡിൽ മാൻ ഉണ്ടാവും, കോൺട്രാക്ടേഴ്സ് കാണും. ഇവരെ ചൂഷണം ചെയ്തിട്ട് വീടുകൾ കംപ്ലീറ്റ് ആകാതെ പോലെ നിലം തേക്കാത്ത, ലൈക്ക് തറയിടാത്ത, ചുവരുകൾ തേക്കാത്ത വീടുകളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇവർക്ക് കിട്ടുന്ന ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവരിൽ എത്തിക്കാനായിട്ടുള്ളൊരു സിസ്റ്റം, അത് എന്തെങ്കിലും ചെയ്യാനായിട്ട് അത് സാധിക്കും? ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ അക്രഡിറ്റഡ് എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ട്. ബിക്കോസ് മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും കോൺട്രാക്ടറിനെ ഏൽപ്പിക്കും, അത് പകുതി വഴിക്ക് അവിടെ വെച്ചിട്ട് പോകും, അങ്ങനെയുള്ള ഭയങ്കര പരാതി നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റ തവണത്തിൻ്റെ ഒരു അസിസ്റ്റൻസ് ആയിട്ട് ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഹൗസസിനെ ഒരു കംപ്ലീഷനിലേക്ക് എത്താനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ അത് എടുത്തിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജില്ലാ നിർമ്മിതി കേന്ദ്രം കൊണ്ട് നമുക്ക് ആ വീടുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളതും. പിന്നെ രണ്ടാമത്തത് ഈ അക്രഡിറ്റഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദേ ആർ ലൈക്ക് എക്സ്പേർട്സ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് അതർ ഫീൽഡ്സ്. സോ അവർക്ക് ഇനി ഇതൊക്കെ എല്ലാം ദേ ക്യാൻ ഓവർസീ ദ ആക്ടിവിറ്റീസ് ആൻഡ് എൻഷുർ ദാറ്റ് ലൈക്ക് വി ആർ റീച്ചിങ് ദ കംപ്ലീഷൻ. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ ഇൻ ട്രൈബൽ അഫയേഴ്സ്. ഇവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇവരിവിടെ താമസിക്കുമെന്ന് ഒരു ഉറപ്പുണ്ടോ നമുക്ക്? വീണ്ടും കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്നുള്ളൊരു അതിലെ നമ്മൾ ചെയ്തതും യൂഷ്വലി വി വർക്ക് വിത്ത് വിമൻ. ട്രൈബൽ ഫാമിലീസിലെ വിമനിനെ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോഴും നമ്മൾ ചെയ്തത് അത് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്കിവിടെ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളും പിന്നെ സ്ത്രീകളും അവിടെ അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ഇടക്കിടക്കുക, ബിക്കോസ് ദേ ഹാവ് എ വെരി ക്ലോസ് പ്രോക്സിമിറ്റി വിത്ത് ദ ഫോറസ്റ്റ്. സോ അങ്ങനെ അവർ ചടങ്ങിനാണെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയാണെങ്കിലും ഫുഡ് ഗാദറിങ് അങ്ങനെയുള്ള തേനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനു വേണ്ടി ഇങ്ങനെ പോവുകയാണെങ്കിലും തിരിച്ച് വന്നാൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു
വീട് അവർക്ക് ഉണ്ടായിരിക്കും. തേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നപ്പോൾ ഒരു കപ്പിള് വനത്തിനുള്ളിലായിരുന്നു. റവന്യൂ മിനിസ്റ്റർ പോയിട്ടാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ആ സമയത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവർക്ക് വെക്കുന്ന വീടുകളും ഇതുപോലെ തന്നെ 3 BHK ഈ ഒരു പ്ലാൻ പോലെ തന്നെ സെയിം ആയിരിക്കും, നമ്മളെ ഈ സെയിം ആണല്ലേ? ടൗൺഷിപ്പിൽ എങ്ങനെയാണ് നമ്മൾ വീട് ഉണ്ടാക്കാൻ പോകുന്നതും സെയിം വീടുകളാണ് ഇവിടെ ഒരേ ഉണ്ടാവുന്നത്. ശരി, നമുക്കിനി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ 2 കുട്ടികളാണെന്ന് പറഞ്ഞു. ഇപ്പം അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വളരെ ബിസി ലൈഫാണ്. ഒരു ആസ് എ മദർ ഹൗ ആർ യു മാനേജിങ് യുവർ ലൈഫ്? മാനേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യൂഷ്വലി എല്ലാവരും ചോദിക്കും പേഴ്സണൽ പ്രൊഫഷണലിൻ്റെ ബാലൻസ് ഇല്ല. അതാണ് പറയുക. മോസ്റ്റ്ലി ഐ വിൽ ബി ബിസി വിത്ത് ഒഫീഷ്യൽ വർക്ക്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷേ കുട്ടികളുള്ളത് കൊണ്ട് യുനോ ഈ എല്ലാ ടെൻഷനും ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അന്തരീക്ഷം തന്നെ ഇറ്റ്സ് ലൈക്ക് വെരി ലൈവ്ലി, കിഡ്സ് ആർ വെരി ബ്രൈറ്റ്. അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ എല്ലാം നമ്മൾ കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ചേഞ്ച് ദറ്റ് ഐ ഫീൽ. സോ അവരുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, 2 കുട്ടികളുണ്ട്, ഹൗ ആർ യു ഏബിൾ ടു ഡു ഓൾ ദിസ്? ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു അമ്മ ആയതുകൊണ്ട്, 2 കുട്ടികൾ ഉള്ളത് കൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ദ കൈൻഡ് ഓഫ് യുനോ ലൈക്ക് ദ പോസിറ്റിവിറ്റി കിഡ്സ് ഹാവ്, it spreads. The kind of energy they have, the kind of enthusiasm they have, it spreads actually. And that's what keeps us going is what I feel. അത് ഇപ്പൊ പറഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്, ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് സ്ത്രീ ആയതുകൊണ്ട് കുറച്ച് കൂടുതലാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പല പല ഏരിയകളിലും സ്ത്രീകളെ ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിന്ന സ്ത്രീകൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ലേഡി കളക്ടർ, താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു സമൂഹത്തിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ ഇത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി വിമൻ ഹാർ ബെറ്റർ പ്ലേസ്ഡ്. സോ കുറേ നമുക്ക് മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നതും എംപവർമെൻറ്റിൻ്റെ പേരിൽ കുറേ വിമനിനെ നമ്മൾ എംപവർ ചെയ്തു. പക്ഷേ ഇത് ഒരു ഡബിൾ ഷിഫ്റ്റ് ജോലിയായി ഇപ്പോൾ വിമനിനെ. പുറത്തും ജോലി ചെയ്യണം, വീണ്ടും വീട്ടിൽ വന്നിട്ടും വീണ്ടും ഷി ഹാസ് ടു കണ്ടിന്യൂ ബീയിങ് എ മദർ, ഷി ഹാസ് ടു കണ്ടിന്യൂ ബീയിങ് എ വൈഫ് ആൻഡ് ഡോട്ടർ ആൻഡ് ഡോട്ടർ ഇൻ ലോ ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഒരു എംപവർമെൻറ്റ് മാത്രമല്ലാതെ ആ എംപവർമെൻറ്റിനെ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ലൈക്ക് എ ബർഡൻ ഫോർ അസ്. because you can't escape from these things, from the responsibilities of being a mother and all those things. അപ്പോൾ നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ രണ്ടും നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഐ എം വെരി താങ്ക്ഫുൾ ടു ഹാവ് എ വെരി ഗുഡ് സപ്പോർട്ട് സിസ്റ്റം. നന്നായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഹസ്ബൻഡാണ്. കുട്ടികളെ കാര്യം പകുതി അദ്ദേഹമാണ് എല്ലാം നോക്കുന്നത്, ക്ലാസ്സസും എക്സാമിനേഷനും ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം. ദെൻ അഗെയിൻ ഇൻലോസ് ആണെങ്കിലും അച്ഛനാണെങ്കിലും ബ്രദറാണെങ്കിലും എന്തെങ്കിലും ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ദേ ആർ കമ്മിങ് ആൻഡ് ലൈക്ക് ടേക്കിംഗ് കെയർ ഓഫ് അതർ തിങ്സ് സോ ദാറ്റ് ഐ ക്യാൻ കോൺസെൻട്രേറ്റ് ഹിയർ. സോ അങ്ങനെയുള്ള സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഡബിൾ ഷിഫ്റ്റ്, 2 ഷിഫ്റ്റ്സ് ദാറ്റ് നെവർ എൻഡ്സ്. അതെ അതെ. ഹസ്ബൻഡിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഫാമിലി മുഴുവനും കൽപ്പറ്റയിൽ തന്നെയാണോ? എല്ലാവരും കൽപ്പറ്റയിൽ തന്നെയാണ്. ഹാപ്പി ഫാമിലി. ഓക്കെ. ഇപ്പോൾ മാഡത്തിൻ്റെ മലയാളത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ലൈക്ക് മലയാളം പഠിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഭരണഭാഷ മലയാളമായി, ഫയൽസ് എല്ലാം മലയാളത്തിലാണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് അതൊന്ന് പഠിച്ചെടുത്തത്? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും കാർഡ് അലോട്ട്മെൻ്റ് ആവും. അപ്പോൾ എവിടെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ആ സമയത്തിലാണ് മലയാളത്തിൻ്റെ ഇങ്ങനെ അക്ഷരങ്ങൾ എടുത്തിട്ട് വായിക്കാനും പഠിക്കാനും നമ്മൾ തുടങ്ങുന്നതും. ഈ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അച്ഛനും ബാങ്കിൽ ജോലി ചെയ്ത ആളായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അപ്പോൾ ഒരു ഹയർ പൊസിഷനിലേക്കാണ് പോകുന്നത് മോള്. അപ്പോൾ മോളിൻ്റെ മുമ്പിലെ കുറേ ആൾക്കാർ വന്നിട്ട് ഇരിക്കും, കുറേ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കെല്ലാം പരിഹരിക്കാൻ പറ്റില്ല, ആർക്കും എല്ലാം പരിഹരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരു ലോസിൻ്റെ ഇതിലെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം, പറ്റാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ വരുന്ന ആൾക്കാരിനെ ഇരിക്കാൻ പറയണം. പിന്നെ രണ്ടാമത്തതും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരു മനസ്സ് വേണം. അപ്പോൾ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കാനും പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. സോ അതിന് വേണ്ടിയാണ് ഞാൻ മലയാളം വേഗം പഠിച്ചെടുത്തതും. പിന്നെ അസിസ്റ്റൻറ്റ് കളക്ടർ ആയിരുന്ന സമയത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സബ് കളക്ടർ ആയിരുന്ന സമയത്തിലാണ് ശരിക്കും
ആൾക്കാരെ കൂടെ ഇൻറ്ററാക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മലയാളം പഠിച്ചതും. എഴുതാനും എഴുതാനും ഭരണഭാഷ നമുക്ക് മാതൃഭാഷയാണ്. അതുകൊണ്ട് ഫയൽസ് മുഴുവനായിട്ട് നമുക്ക് മലയാളത്തിൽ തന്നെ ആണ് ഉള്ളത്. സോ വായിക്കാനും അറിയൂ, പിന്നെ എഴുതാനും അറിയൂ, സംസാരിക്കാനും അറിയൂ, മനസ്സിലാക്കാനും അറിയൂ. മലയാളം പഠിച്ചെടുത്തു. കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുമ്പോഴത്തേക്കിനും അവർക്ക് മലയാളം അറിയാവുന്ന ഒരു സാഹചര്യമാണോ? കുട്ടികളും മലയാളികളാണ്. കന്നഡ അത്ര യുനോ ലൈക്ക് സംസാരിക്കും, വീട്ടിലെ കന്നഡയാണ് സംസാരിക്കുന്നതും, പക്ഷെ എഴുതാനൊന്നും അവർക്ക് അറിയില്ല. മലയാളമാണ് സ്കൂളിൽ പഠിക്കുന്നതും. പിന്നെ നന്നായിട്ട് മലയാളം സംസാരിക്കും 2 കുട്ടികളും. ആണല്ലേ? കുട്ടി സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് മലയാളം തന്നെ ആയിരിക്കും. പുറത്തെല്ലാവരുടെ മലയാളം തന്നെയാണ്. സോ വീട്ടില് കർണാടകയിൽ ഇതൊരു പ്രശ്നമാണോ കുട്ടികൾ മലയാളം പറയുന്നു എന്ന് പറഞ്ഞിട്ട്? കന്നഡയാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത്. കന്നഡ ആയതുകൊണ്ട് അവിടെ പോകുമ്പോൾ കന്നഡ സംസാരിക്കും. സോ 2 ലാംഗ്വേജസും അതിനെ കൂടെ ഇംഗ്ലീഷ് ഹിന്ദിയും ഒക്കെ എല്ലാം പഠിച്ചിട്ട്, സോ ഓൾവേസ് ലേണിംഗ് എ ലാംഗ്വേജ് ഇസ് എ ബ്ലെസ്സിങ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. നമ്മൾ ഒന്നും അതിനെ മടി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ എപ്പോഴും നമുക്ക് അവസരം കിട്ടുമ്പോൾ ലാംഗ്വേജ് പഠിച്ചെടുക്കണം. ഈ കേരള, എൻ്റെ അവസാന ചോദ്യമാണ്, കേരള കേഡറാണെന്ന് മനസ്സിലായ സമയത്ത് ഹാപ്പി ആയിരുന്നോ? ലൈക്ക് ഓക്കെ ആയിരുന്നു ഇവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ടൊക്കെ? എന്താണെങ്കിലും കർണാടക ആയിരിക്കുമല്ലോ ഫസ്റ്റ് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത്. കേരള ആണെന്ന് കിട്ടിയെന്ന് അറിഞ്ഞപ്പം ഹാപ്പി ആയിരുന്നോ? എല്ലാവർക്കും അവരുടെ സ്വന്തം നാട് ഇറ്റ്സ് ലൈക്ക് വെരി സ്പെഷ്യൽ അല്ലേ? നമുക്ക് എങ്ങനെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും കേരളം പറയുമ്പോൾ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ എനിക്കും കർണാടക പറഞ്ഞാൽ എൻ്റെ മാതൃഭാഷയാണ്, എൻ്റെ ജന്മഭൂമിയാണ്. പ്രത്യേക താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും നമുക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടില്ല. പക്ഷെ തൊട്ടു അടുത്ത സംസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ കിട്ടിയതും എൻ്റെ ഭാഗ്യം തന്നെയാണ്. നമുക്ക് എവിടെയോ വീട്ടിൽ നിന്നും കുറേ ദൂരെ പോയിട്ട് ഒരു ബന്ധം ഇല്ലാതെ ജീവിക്കുന്നതിന് പകരം ഇവിടെ തന്നെ നമുക്ക് തൊട്ടു അടുത്ത നിന്നിട്ട് ഇവിടെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലെ ഒരു ബന്ധം ഉണ്ടാക്കാനും സാധിക്കുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തതും തുടക്കം നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് കൾച്ചറലി ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് രാഷ്ട്രീയം കുറിച്ച് പഠിക്കുന്നതും, LDF എന്താണ്, UDF എന്താണ്, വിക്കിപീഡിയ നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും ഇതൊക്കെ എല്ലാം പഠിക്കുന്നതും. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ന്യൂ തിങ്സ് ഫോർ അസ്, ന്യൂ ലേണിങ്സ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല അക്സെപ്റ്റൻസ് കിട്ടി ഇവിടെ. സോ എപ്പോഴും ഞാൻ പറയാറുണ്ട്, കർണാടക എൻ്റെ ജന്മഭൂമിയാണെങ്കിലും കേരളം എൻ്റെ കർമ്മഭൂമിയാണ്. അപ്പോൾ രണ്ടും എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റ്, ഇവിടെ കിട്ടിയ ഒരു അക്സെപ്റ്റൻസ്, രാഷ്ട്രീയമായിട്ടാണെങ്കിലും പിന്നെ എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും പിന്നെ ഗവൺമെൻറ് ഭാഗത്തിൽ നിന്നാണ് ആണെങ്കിലും ആ കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ്. ഒരു ഓഫീസറിനെ ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ഒരു ഈസിനെസ് ഓഫ് വർക്ക് ഇവിടെ ഉണ്ടോ? കുറച്ചുകൂടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കുറച്ചുകൂടി ഈസി ആണോ കേരളത്തിൽ? വളരെ പോസിറ്റീവാണ് കാർഡറിൽ. ബിക്കോസ് നമുക്ക് അങ്ങനെ അൺഡ്യൂ ആയിട്ടുള്ള പ്രഷേഴ്സ് ഇല്ല. അത്ര ലൈക്ക് മറ്റുള്ള എന്തെങ്കിലും ഒരു പ്രഷേഴ്സ് നമുക്ക് അങ്ങനെ വലുതായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് വലുതാണ്. ബിക്കോസ് എല്ലാവരും ഇറ്റ്സ് എ ലേർണഡ്, വി ആർ എ തിങ്കിങ് കമ്മ്യൂണിറ്റി. മലയാളീസ് ആർ എ തിങ്കിങ് കമ്മ്യൂണിറ്റി, വി ആർ ലേർണഡ് കമ്മ്യൂണിറ്റി. സോ നമ്മളെ റൈറ്റ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്കാരാണ്. സോ റൈറ്റ് സീക്കിംഗ് ബിഹേവിയർ നമുക്കിവിടെ ഉണ്ട്. പക്ഷെ അവരെ കൂടെ നിന്നിട്ട് നമുക്ക് ജോലി ചെയ്താൽ അത്രയും നമുക്ക് അക്സെപ്റ്റൻസും കിട്ടും. സോ അതൊക്കെ എല്ലാം മനസ്സിലാക്കി ജോലി ചെയ്യുന്നതിന് വളരെ നല്ല ഇതാണ്, ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ദെൻ അഗൈൻ ഇവിടെ ഒപ്പോസിഷൻ ആണെങ്കിലും ആരാണെങ്കിലും ലൈക്ക് ദി സപ്പോർട്ടേഴ്സ്. ഇത് പറ്റില്ല ഈ ബിക്കോസ് ഓഫ് ദിസ് റീസൺസ് പറഞ്ഞാൽ ആൾക്കാരിനെ അത് മനസ്സിലാവും. വേറെ പോലെ സ്ഥലത്തിനെ പോലെ അല്ല, ഇത് എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നില്ല, പക്ഷെ അത് പറഞ്ഞിട്ട് അവർക്ക് വി ഷുഡ് കൺവിൻസ് ദം. ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അവരടുത്ത് സംസാരിച്ചിട്ട് ഇത് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. ഫോർ എ പോസിറ്റീവ് കോസ് എല്ലാവരും ഒരുമിച്ചാണല്ലേ? 1.5 വർഷമായി, ഓൾമോസ്റ്റ് 1.5 years ആയി വയനാട്ടിൽ. ഇനി അധികം കാലം ഒരു 6 months അല്ലെ ഒരു 1 year ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ ബാക്കി അവശേഷിക്കുന്ന ടൈമിൽ എന്താണ് വയനാടിന് വേണ്ടി ചെയ്യാനുള്ളത്? സ്റ്റാർട്ട് ചെയ്ത വർക്ക്സും ഒരു നല്ല കംപ്ലീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് അച്ചീവ്മെൻറ്റ് ഫോർ മീ. നമ്മുടെ റീഹാബിലിറ്റേഷൻ ആണെങ്കിലും ടൗൺഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ ലോൺ വേവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ ലോസ് ഒഴിവാക്കി കൊടുക്കാനുള്ള ആ ഒരു ഇതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ദുരന്ത മേഖലയിൽ തന്നെ ഒരുപാട് വർക്ക്സ് നമുക്ക് ബാക്കിയുണ്ട്. പിന്നെ ഒരു ഇലക്ഷൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതും. സോ അഗെയിൻ ലൈക്ക് ഒരു നല്ല ഇലക്ഷൻ
നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി മോൺസൂൺ ആണ്. സോ ലാസ്റ്റ് മോൺസൂൺ വി വർ ഏബിൾ ടു അച്ചീവ് 0 ഡെത്ത്സ് ഇൻ വയനാട്. സോ ഈ തവണ അതേ മിഷൻ മോഡിൽ നമുക്ക് മോൺസൂൺ സമയത്തിലെ ഭയങ്കര തിരക്കായിരിക്കും. ഇറ്റ് വിൽ ബി വെരി ഹെക്ടിക്. സോ അതും ഉണ്ട്. ഇനി അടുത്ത വന്യമൃഗശല്യത്തിൻ്റെ ഒരു സീസണാണ്. ഇന്നലെയും നമുക്കൊരു ഡെത്ത് ഉണ്ടായിരുന്നു. സോ ഇപ്പോഴും നമുക്ക് ഇറ്റ്സ് ലൈക്ക് പീക്കായിട്ടുള്ള ഒരു സമയമാണ്. സോ ഇറ്റ്സ് ലോട്ട് ഓഫ് തിങ്സ് ആർ സ്റ്റിൽ ദെയർ. ആൻഡ് അത് ആ സമയത്തിൽ തന്നെ നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജും മറ്റുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വാട്ട് എവർ വി സ്റ്റാർട്ടഡ് അതൊക്കെ എല്ലാം ഒരു ലോജിക്കൽ കംപ്ലീഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. സോ ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് I will be able to do all these things. ഓക്കെ, ഭാവിയിലേക്ക് വരുമ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് 1.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാഡം. ഭാവിയിലേക്ക് വലിയ വലിയ പൊസിഷൻസിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞു. ഏതായാലും താങ്ക് യു സോ മച്ച്. Pleasure meeting you.